ഇവിടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ. അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ. നമ്മുടെ സച്ചി രേവതിയുടെ വീട്ടിലേക്കൊക്കെ എത്തിയിട്ടോ. അപ്പൊ ഏതായാലും നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയുടെ വീട്ടിലെത്തിയതും നമ്മുടെ സച്ചി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. സച്ചിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്വാദിഷ്ടമായ ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ചെറിയ ഉറക്കമൊക്കെ വരും. അങ്ങനെ വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് കയറി കിടന്ന് ഉറങ്ങി. നമ്മുടെ രേവതിക്കാണെങ്കിലോ വല്ലാത്ത സന്തോഷം. സച്ചി അവിടെ നിന്ന് പോകുന്നത് രേവതിക്ക് ഇഷ്ടമല്ല. ഏതൊരു ഭാര്യയ്ക്കും അത് തന്നെയല്ലേ ആഗ്രഹം. തൻ്റെ വീട്ടിലെ ഭർത്താക്കന്മാർ വരുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നതൊക്കെ ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഭാര്യമാരുണ്ടോ? അപ്പൊ അതുപോലെ ഒത്തിരി സന്തോഷത്തോടു കൂടി രേവതി ഇരിക്കാം. ലക്ഷ്മിയുടെ നെഞ്ചിൽ തീയാണ് കേട്ടോ. തീ ഇങ്ങ് കത്തിപ്പടരുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ചന്ദ്രമതി അങ്ങാണോ അറിയുവാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ ഓർത്തിട്ടാണ് നമ്മുടെ ലക്ഷ്മിക്ക് ഈ ഒരു വെപ്രാളവും പേടിയും ഒക്കെ. അങ്ങനെ സച്ചി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ സച്ചി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ശരത്തിനോട് രേവതി പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യുക, പോയി പാല് മേടിച്ചിട്ട് വാ, കുറച്ച് പാല് മേടിച്ചോണ്ട് വാ, ഇനിയിപ്പോൾ എണീറ്റ് കഴിയുമ്പോൾ ചായ ഇട്ട് കൊടുക്കണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി നീ എന്താ പറയുന്നത്, ഇനിയിപ്പോൾ ചായയും കൂടെ കുടിച്ചിട്ട് ഇവിടെ നിർത്താനോ, നീ അവനെ ഒന്ന് വിളിച്ചെണീപ്പിച്ചിട്ട് വിടാൻ നോക്ക് രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മേ ഓറങ്ങുന്ന ആളെയാണോ വിളിച്ചെണീപ്പിക്കേണ്ടത്? ഉറങ്ങുന്ന ആളെ വിളിച്ചെണീപ്പിച്ച് അമ്മയ്ക്ക് ശീലം കാണും, പക്ഷെ എനിക്ക് ശീലമില്ല. അദ്ദേഹം പാവം ഒത്തിരി ക്ഷീണിച്ചിട്ടാണ് വന്ന് കിടക്കുന്നത്. എപ്പോഴും ഓട്ടം ഓട്ടം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ശരീരത്തിന് ഒരു സുഖമൊക്കെ കിട്ടണമെങ്കിലേ ഇങ്ങനെ കുറച്ചു നേരം കിടന്നൊക്കെ ഉറങ്ങണം. ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് അദ്ദേഹം പൊക്കോളൂല്ലോ. പിന്നെ എന്തിനാ അമ്മ ഏത് നേരം പോന്ന് ചെന്ന് പറയുന്നത്? ഇനിതേ എന്നോട് അങ്ങനെ പറയരുത്. അമ്മയ്ക്ക് വേണമെങ്കിൽ ചെന്ന് പറ, ഇവിടെ നിന്ന് ഇറക്കി വിടണമെങ്കിൽ അമ്മ ചെന്ന് പറഞ്ഞിട്ട് സച്ചേട്ടനെ ഇറക്കി വിട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാ മോളെ പറയുന്നത്? എങ്കിൽ പിന്നെ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവും പറഞ്ഞു, ഈ അമ്മയ്ക്ക് എന്നാത്തിന്റെ സൂക്കേടാ, സച്ചേട്ടൻ അവിടെ കിടക്കട്ടെ, രേവതി ചേച്ചിക്ക് സച്ചേട്ടൻ ഇവിടെ നിൽക്കുന്നത് ഭയങ്കര സന്തോഷമാണ്, മുഖം കണ്ടാ അറിയാന്ന് പറയുമ്പം മോളെ നിനക്ക് മാത്രമല്ല എനിക്ക് സച്ചി ഇവിടെ നിൽക്കുന്നതിന് സന്തോഷമുള്ളൂ. പക്ഷെ ഈ ആടിമാസം ആയതുകൊണ്ടാ. അമ്മേ നിർത്തുന്നുണ്ടോ? കുറെ നേരമായി ഒരു ആടിമാസം ദേ ഇനിയിപ്പോ കൂടുതൽ ദേഷ്യപ്പെട്ട് കഴിയുകയോ അല്ലെങ്കിൽ ഇനിയിപ്പം സച്ചേട്ടനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനോ തുടങ്ങിയാലേ ഞാൻ സച്ചേട്ടൻ്റെ കൂടെ അങ്ങ് പോകും. മിണ്ടാതിരിക്കുന്ന അമ്മയ്ക്ക് നല്ലതെന്ന് പറഞ്ഞ് രേവതി അകത്തേക്കും കയറിപ്പോയി. ഏതായാലും ലക്ഷ്മി വീണ്ടും വിറച്ചു തുള്ളി അവിടെ നിൽക്കാൻ കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് നമ്മുടെ സച്ചി കയറി കിടന്ന് ഉറങ്ങിയേ. ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സുധിയാണെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുക. ജോലിയില്ല, വേലയില്ല, കൂലിയില്ലാത്തൊരവസ്ഥയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ജോലിയില്ല. അങ്ങനെ വീട്ടിലേക്ക് കയറി ഭയങ്കര സങ്കടത്തോടു കൂടി ചെല്ലുമ്പോൾ ചന്ദ്രമതി അവിടെ ഉണ്ടല്ലോ. അപ്പൊ ചന്ദ്രമതി നമ്മുടെ സുധി വന്നതും ഇതെന്ത് പറ്റി മോനെ നീ നേരത്തെ പോകുന്നത്? എന്താ വർക്കൊക്കെ നേരത്തെ തീർത്ത് കാണുമല്ലേ? എന്റെ മോൻ അല്ലേലും എടുക്കനാ, നിനക്ക് തരുന്ന വർക്ക് നീ നേരത്തെ തീർക്കുന്ന എനിക്കറിയാം. ബാ മോന് നല്ലൊരു ജ്യൂസ് ഇട്ട് തരാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഹേയ് ഇല്ലമ്മേ എനിക്ക് വല്ലാത്തൊരു ക്ഷീണം. എന്തു പറ്റി നിനക്ക് ക്ഷീണം? അല്ല മുഖത്തൊക്കെ വല്ലാത്തൊരു എന്തോ പോലെയാണല്ലോ മോനെ ഇരിക്കുന്നത്. മോനൊന്നും ഒരു സന്തോഷം ഇല്ലാത്തത് എന്താ മോനെ പറ്റിയത്? അത് പിന്നെ അമ്മേ എന്താ അമ്മേ എനിക്ക് മാത്രം ദൈവം എന്താ അമ്മ ഇങ്ങനെ തരുന്നത്? എന്തിനാ അമ്മ എന്നെ ഇത്രയും പഠിപ്പിച്ചത്? അത് മോനല്ലായിരുന്നു ആഗ്രഹം മോൻ ഒത്തിരി പഠിക്കണമെന്ന്. അതുകൊണ്ട് മോന്റെ ആഗ്രഹപ്രകാരമല്ലേ അമ്മ പഠിപ്പിച്ചത്. ഇപ്പൊ അതിനെന്താ പറ്റിയത്? അമ്മേ ഞാൻ പറയുന്നത് കേൾക്കുമ്പം അമ്മയ്ക്ക് സങ്കടം ഉണ്ടാകുമായിരിക്കും. എന്ത് കേൾക്കുമ്പം? നീ പറ, എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ, ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ മോനെ. അത് പിന്നെ അമ്മേ എന്റെ ജോലി പോയി. നിന്റെ ജോലി പോയെന്നോ? എങ്ങനെ ജോലി പോയി? എന്താ മോനെ ഈ പറയുന്നത്? നോറ്റിരുന്ന് ശ്രുതി മേടിച്ചു തന്ന ജോലിയല്ലേ? ഇനി ശ്രുതിയോട് എന്ത് പറയും? എങ്ങനെ മോനെ ജോലി പോയത്? അല്ലെങ്കിലും നിനക്കറിയില്ല എന്ത് ചെയ്യണം എപ്പ ചെയ്യണം എന്നൊന്നും നിനക്കറിയില്ല. എൻ്റെ ഈശ്വരന്മാരെ എന്താ എൻ്റെ വിധി. ഇനിയിപ്പം എന്തൊക്കെ പൈസ കടവന്ന് നിനക്കറിയാലോ. ആ പ്രമാണം എടുക്കണമെങ്കിൽ പതുക്കെ ആ പ്രമാണം എടുക്കണമെങ്കിലേ ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യൂടാ? എടാ നിനക്ക് ജോലി ഉണ്ടെന്ന് ഓർത്ത് ആശ്വസിച്ചിരിക്കുമല്ലേ ഞാന്. ഇനിയിപ്പോൾ ശ്രുതി ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്നെ ഡിവോഴ്സ് വരെ ചെയ്യുന്നു പറഞ്ഞപ്പം ഹേയ് ശ്രുതി അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ. ശ്രുതി പാവാ, അവക്ക് പറഞ്ഞാൽ മനസ്സിലാകും. അതെ ഭർത്താക്കന്മാരെ വീട്ടിലിരുന്ന് ഭാര്യമാരെ ജോലിക്ക് വിടുന്നത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ല. അങ്ങനെയുള്ള ചില പെണ്ണുങ്ങളുണ്ട് ഭർത്താക്കന്മാരെ വീട്ടിലിരുത്തി ഭാര്യമാര് ജോലിക്ക് പോകുന്ന കൂട്ടത്തിലുള്ളവർ. ആ കൂട്ടത്തിലുമല്ല ശ്രുതി. അവൾ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി വേണമെന്ന്. ആ ജോലി മേടിച്ചു തന്നിട്ട് ഇപ്പൊ ആ ജോലി കളഞ്ഞിട്ട് വന്ന് നിൽക്കുന്നവനെ എടാ നാശവേ എന്നൊക്കെ പറഞ്ഞപ്പം അമ്മേ എന്നോട് ഇങ്ങനെ പറയാതെ അമ്മേ, ഞാൻ കാരണമല്ല ജോലി പോയത്. അതെ ഒരു ജോലി ചെയ്യാൻ കയറി ആ ജോലി ചെയ്താൽ പോരെ? മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് ജോലി ചെയ്യേണ്ട കാര്യമുണ്ടോ? നീ അതിന് ഏത് വീട്ടിൽ പോയാ ജോലി ചെയ്തത്? അപ്പോഴത്തേക്കും നമ്മുടെ സുധി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അയ്യോ എൻ്റെ മോനെ കൊണ്ട് അവര് കരിമീനും ചിക്കനൊക്കെ മേടിക്കാൻ നോക്കിച്ചെന്നോ? ഷോ എങ്കിൽ പിന്നെ
ആ എങ്കിൽ പിന്നെ സാരമില്ല, ആ ജോലി ഏതായാലും കൊള്ളില്ല. പക്ഷേ ഉണ്ടല്ലോ മോനെ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അറിയാലോ ശ്രുതിയുടെ കാര്യം. നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യണം, ശ്രുതിയോട് ഈ കാര്യം പറയണ്ട. ശ്രുതിയോട് കള്ളം പറയാനോ? എന്നെ കൊണ്ട് പറ്റില്ല. എടാ പൊന്നെ, നീ ഒന്ന് പറയുന്ന കേക്ക്. ശ്രുതിയോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാലേ അവക്ക് നിന്നോട് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലെ സ്നേഹബന്ധം കുറയും. അത് നീ ഒന്ന് മനസ്സിലാക്ക്. അങ്ങനെ ശ്രുതിക്ക് ദേഷ്യമൊന്നും വരാറില്ല. ഇതുവരെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ. ഈ ജോലി പോയിട്ടുണ്ടെങ്കിൽ ശ്രുതി വേറെ ജോലി കണ്ടുപിടിച്ചു തരും. എടാ പൊട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്കടാ. അവളിപ്പം ആകെപ്പാടെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാ. അവക്ക് തന്നെത്താനെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ആ 10 ലക്ഷം രൂപയും അതിന്റെ പലിശയും അതെല്ലാം നീയും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ആശ്വാസത്തിലല്ലേ മോനെ ഞാനിരുന്നത്. അതുകൊണ്ട് അവളെ സമാധാനപ്പെടുത്താനും അവളെ സന്തോഷിപ്പിക്കാനൊക്കെ ഇത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് മോൻ ജോലി പോയ കാര്യം ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞും അറിയാൻ പാടില്ല. ശ്രുതിയെന്നല്ല, ഇവിടെ വേറെ ആരും അറിയരുത്. നീ പതിവ് പോലെ രാവിലെ പോണം, വൈകിട്ട് കയറി വരണം. ജോലി ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ദയവ് ചെയ്ത് നീ ശ്രുതിയുടെ മുമ്പിൽ നീ മിണ്ടരുത് ജോലിക്കാരി എന്ന് പറഞ്ഞപ്പം ഇല്ലമ്മേ അമ്മ പറയുന്നത് പോലെ ഞാൻ കേട്ടോളാന്ന് പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത്. അങ്ങനെ ശ്രുതി കയറി വന്നതും ഇതെന്താ ശ്രുതി നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ശ്രുതി ബ്യൂട്ടി പാർലറിൽ വരുന്ന കാര്യം എന്നോട് പറയായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പോവില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം പോയത് നന്നായി. ഏതായാലും പോയത് കൊണ്ടല്ലേ നമുക്ക് ഒരു ജോലി കിട്ടിയത്. അതുമല്ല, അവിടുന്ന് കൂടുതൽ പൈസ കിട്ടിയില്ലെന്ന് ചോദിച്ചപ്പം അതൊക്കെ കിട്ടി. എങ്കിലും ശ്രുതി വന്നപ്പം ശ്രുതി അവിടെ തന്നെ ആയി പോയില്ലേ. അത് സാരമില്ല ശ്രുതി. അല്ല, എന്തിനാ ആ ഒരു സമയത്ത് എന്നെ കാണാൻ വേണ്ടി ശ്രുതി അങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ലഞ്ച് കഴിക്കാൻ ലഞ്ച് കഴിക്കാനായിരുന്നു. അല്ല, എന്തോ എന്നോട് പറയാനുണ്ടെന്ന് ശ്രുതി പറഞ്ഞിട്ട്. അത് ഒന്നുമില്ല, ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ ഒന്നുമില്ല ശ്രുതി എന്നിങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര വന്ന ഉടനെ തന്നെ മോളെത്തിയോ? അയ്യോ മോള് ബാ, മോൾക്ക് ഒരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി തരാന്ന് പറയുമ്പം അയ്യോ വേണ്ടമ്മേ, വേണം ജ്യൂസ് കുടിക്കണം. അയ്യോ മോളാകപ്പാടെ ക്ഷീണിച്ച് വന്ന് നിൽക്കുകയല്ലേ. സ്വന്തം ബ്യൂട്ടി പാർലർ നോക്കണം, വേറുള്ള ബ്യൂട്ടി പാർലർ നോക്കണം, എന്തൊക്കെ തിരക്കാ എൻ്റെ മോൾക്കുള്ളത്. വീട്ടിൽ ഇരിക്കുന്ന പോലെ ആണോ? വീട്ടിൽ ഇരിക്കുന്ന രേവതിനെ പോലെ ഒന്നുമല്ല, സമ്പാദിക്കുമല്ലേ എൻ്റെ മോള്. നിന്നും നടന്നും ഒക്കെ സമ്പാദിക്കുമല്ലേ. പാവ നല്ല ക്ഷീണം കാണും. രേവതി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ജ്യൂസ് ഉണ്ടാക്കിപ്പിക്കായിരുന്നു. ഇനിയിപ്പം മൂക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി അവിടെ നിന്നേ. ആൻറ്റി, ഞാൻ എന്ത് ഭാഗ്യവതി ആൻറ്റി. ആൻറ്റിയെ പോലെ ഒരു അമ്മായിയമ്മേനെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണ്. സാധാരണ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന പെൺപിള്ളേർ വീട്ടിൽ വന്ന് കിടന്ന് വീണ്ടും അധ്വാനിച്ച് പിറക്കി ഓരോന്നുണ്ടാക്കിയൊക്കെ കഴിക്കണം. പക്ഷെ എന്നെ അടുക്കളയിൽ പോലും കയറ്റാതെ ആൻറ്റി ഇത്ര നന്നായിട്ട് നോക്കുന്നില്ലേ. ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം തന്നെ ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പുകഴ്ത്താൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അയ്യോ മോളിങ്ങനെയൊന്നും പറയണ്ട. മോള് എൻ്റെ മരുമകളായത് ഞാൻ ചെയ്ത ഏതോ പുണ്യ, അതായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. മോള് കോടീശ്വരിയല്ലേ. കോടീശ്വരിയായ മോളെ പോലെയാണോ ആ രേവതി? അവളെ ഇവിടെ ഇരുത്തി ഞാൻ പണിയിപ്പിക്കും, പക്ഷെ മോളെ ഞാൻ പണിയിപ്പിക്കത്തില്ല. കാരണം മോൾക്ക് ആവശ്യത്തിന് പണമുണ്ട്, മോള് സമ്പാദിക്കുന്നുണ്ട്. പിന്നെ ദേ ഈ അമ്മയോട് വേണ്ടുവോളം സ്നേഹമുണ്ട്. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? മോള് പോയി ഫ്രഷ് ആയിട്ട് ഞാൻ ഒരു അടിപൊളി ജ്യൂസ് എടുത്ത് വെക്കാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുത്തയാളും വന്നു. ആരാ? രവീന്ദ്രൻ വന്ന ഉടനെ തന്നെ നമ്മുടെ സുധീനെ കണ്ടതും, എടാ സുധി, എന്താടാ നീ ജോലിക്ക് പോയില്ലടാന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ജോലി നേരത്തെ തീർന്നു. എന്താടാ നിന്റെ ജോലി മാത്രം ഇങ്ങനെ? നീ ജോലിക്ക് കയറിയ പിന്നെ സുഖമാണല്ലോ നിനക്ക് ഏത് ജോലിക്ക് കയറിയാലും നിനക്ക് ഉച്ചവരെയൊക്കെ ഉള്ളല്ലോ. ഏതായാലും നിന്റെ ഭാഗ്യം എന്ന് കൂട്ടിക്കൊണ്ടാ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയോട് രവീന്ദ്രൻ ചോദിച്ചു, എടേ ഇവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അത് പിന്നെ ഇവിടെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ രാവിലത്തെ ഇഡലി കഴിച്ചു. പിന്നെ ഇവിടെ ആർക്ക് ഭക്ഷണം ഉണ്ടാക്കാനാ? വേറെ ആർക്കും വേണ്ടല്ലോ. നിങ്ങൾ യൂണിയൻ ഓഫീസിൽ നിന്ന് കഴിക്കുന്നല്ലേ പറഞ്ഞത്? എടി, ഒരു കുടുംബം അല്ലേടി ഇത്. കുടുംബം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഹാരം വെച്ചുണ്ടാക്കണ്ടേ? ഇതെന്താടി നീ ഇങ്ങനെ തുടങ്ങുന്നത്? ജസ്റ്റ് ആരെങ്കിലും ഒന്ന് കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർക്ക് കൊടുക്കാൻ ഈ കുടുംബത്തിൽ വല്ലതും ഉണ്ടോടി എന്ന് ചോദിച്ചപ്പോൾ, പിന്നെ ഇവിടെ കയറി വരാനിരിക്കുമല്ലേ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കി കൊടുക്കും, അതൊക്കെ മതി. ആ രേവതി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഏത് നേരം ഭക്ഷണം ഉണ്ടാവുമായിരുന്നു. അതുമല്ല, നീ ഒന്ന് ഓർത്ത് നോക്കിയേ, ആ സച്ചി ഇന്നുണ്ടല്ലോ പാവം, അവന് ഉച്ചയ്ക്ക് ഇവിടെ വന്നപ്പം ഒന്നുമില്ലെന്ന്, നീ കിടന്ന് ഉറങ്ങുകയാണെന്ന്. പിന്നെ അവന് ഇറങ്ങിപ്പോയി ഏതോ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു. അതിന്റെ കാര്യം ഉണ്ടായിരുന്നു? നിനക്ക് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുകയായിരുന്നെങ്കിൽ അവൻ വന്ന് കഴിച്ചിട്ട് ഓട്ടത്തിന് പോകില്ലായിരുന്നോ? ചുമ്മാ അവന്റെ കയ്യിലിരിക്കുന്ന പൈസയും പോയി. പാവം, അതോ ഇനി കഴിച്ചോ കഴിച്ചില്ല എന്നൊന്നും അറിയില്ല. ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ സച്ചിനെ വിളിക്കാം. അപ്പൊ സച്ചിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഫോൺ എടുത്തു. അപ്പം ഒന്ന് മയക്കം പിടിച്ച് ഇങ്ങനെ വരുന്ന സമയമായിരുന്നു. പെട്ടെന്ന് അയ്യോ അച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. ഫോണിൽ സംസാരിക്കുക. എന്താ അച്ഛാ വിളിച്ചതെന്ന് ചോദിച്ചപ്പം, അതെ മോനെ ആഹാരം കഴിച്ചോ? ഞാൻ ആഹാരം കഴിച്ചോന്നോ? ഞാൻ മുട്ട ആഹാരം കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക. ദേ നല്ല
മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ മുട്ട ഫ്രൈ ഉണ്ടായിരുന്നു. വാവ്, സൂപ്പർ ആയിരുന്നു. എന്താ സ്വാദെന്നറിയാമോ? അല്ല, നീ ഏത് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചത്? ഹോട്ടലിൽ നിന്നോ? ഞാൻ ഹോട്ടലിലൊന്നും പോയില്ല. ഞാന് രേവതിയുടെ അടുത്തുനിന്ന് ആഹാരം കഴിച്ചത്. രേവതിയുടെ അടുത്തുനിന്നോ? ആ, ഞാന് രേവതിയോട് വിളിച്ചു ചോദിച്ചപ്പം രേവതി ഇങ്ങോട്ടേക്ക് പോന്നോളാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ രേവതിയുടെ വീട്ടിലാണ് ഉള്ളത്. അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങുക. ഇനി ഒന്ന് ഓരോ ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എണീറ്റ് പോകുന്നുള്ളൂ ഓട്ടത്തിനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ, ഏതായാലും നന്നായി മോനെ. അല്ല, അച്ഛൻ എന്താ കഴിച്ചത്? ഞാൻ യൂണിയൻ ഓഫീസിൽ നിന്ന് സാമ്പാറും ചോറൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനൊരു വാക്ക് പറയത്തില്ലായിരുന്നോ? അച്ഛൻ ഇങ്ങോട്ടേക്കും വന്നാൽ മതിയായിരുന്നല്ലോ, ഇവിടെ അടിപൊളി ഭക്ഷണമല്ലായിരുന്നോ? ഞാൻ ആ കാര്യം വിട്ടുപോയച്ചാ. ഒരു കാര്യം ചെയ്യാം, ഇനിയാണെങ്കിലും ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ ആഹാരം കഴിച്ചല്ലോ മോനെ, സാരമില്ല, ഏതായാലും മോൻ ഫോൺ വെച്ചോ, എന്നിട്ട് ഉറങ്ങിയിട്ട് പോകാൻ നോക്കെന്ന് പറഞ്ഞു. ഏതായാലും ഫോൺ വെച്ച ഉടനെ ചന്ദ്ര ഇത് കേട്ടോണ്ട് നിൽക്കല്ലേ. ചന്ദ്ര ഇങ്ങ് ഓടിപ്പടച്ച് ജീവനും പോയിട്ട് വന്നില്ലേ. എന്താ നിങ്ങൾ പറഞ്ഞത്? സച്ചി എവിടെയാന്നോ? സച്ചി രേവതിയുടെ വീട്ടിലോ? ആ അതെ, അവൻ രേവതിയുടെ വീട്ടിലാ ഉള്ളത്. എന്റെ പൊന്നു മനുഷ്യ, ആടി മാസത്തിലെ രണ്ടുപേരെയും കൂടെ പിരിച്ചു വെക്കാൻ വേണ്ടി അല്ലായിരുന്നോ നോക്കിയത്? ഇപ്പൊ ഇതെന്താ അവൻ അങ്ങോട്ടേക്ക് പോയേക്കുന്നത്? ഇതത്രയ്ക്ക് നല്ല പരിപാടിയൊന്നും അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി അങ്ങ് കേസ് ഏറ്റുപിടിച്ചു. ശ്രുതി പറഞ്ഞു, ഓഹോ, അപ്പൊ അവൻ അവളെ കാണാൻ വേണ്ടി പോകാം, എന്നെയും ശ്രുതിനെയും കൂടെ പിരിച്ചിരുത്തിയേക്കുന്നു. അതെന്തിനാമേ? എങ്കിൽ ഇന്നു മുതൽ രാത്രി ഞാൻ ശ്രുതിയുടെ കൂടെ കിടക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എടാ മിണ്ടാതിരിക്കണം. അപ്പൊ അവൻ അതേ കയറി തൂങ്ങാൻ തുടങ്ങി. അതെ, ഞാനൊരു കാര്യം പറയാം, രാത്രി അവൻ അങ്ങോട്ടേക്ക് പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് വേണ്ടാന്നങ്ങ് പറഞ്ഞേരെ. ആടിമാസം ആയത് പിരിച്ചു നിർത്തിയത് എന്തിനാണെന്ന് അറിയാലോ. മേടമാസത്തിൽ പിള്ളേരുണ്ടായ കൊള്ളില്ല, അതുകൊണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയി വല്ല ഉരുത്തക്കേടും കാണിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ നിങ്ങൾക്ക്. അതുകൊണ്ട് മര്യാദയ്ക്ക് അവനോട് രാത്രി പോകാതെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു, ഓ പിന്നെ ദേ, അവൻ ഇവിടുന്ന് ഭക്ഷണം കിട്ടാത്തോണ്ട് അവൻ പോയി, അവന്റെ കാര്യം അവൻ നോക്കട്ടെ. ഇപ്പൊ നിനക്കെന്തിനാ ഇത്ര വലിയ ടെൻഷന്? അവൻ പോവുമോ, പോകാതിരിക്കുവോ, വരുവോ, വരാതിരിക്കുവോ, എന്ത് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്കല്ല, നമ്മുടെ ചന്ദ്രയ്ക്കുള്ള ശ്വാസം എല്ലാം പോയിട്ടോ. ചന്ദ്ര ഇങ്ങനെ ഇരിക്കുക, എൻ്റെ ഈശ്വരൻ ഇനി എന്ത് ചെയ്യും? ഇനി എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശ്രുതിയുടെയും പേരക്കുട്ടീനെ ആദ്യം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അത് നടക്കാതെ വരുമല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ സച്ചി കിടന്നുറങ്ങുന്നത്. സച്ചി കിടന്നുറങ്ങുന്ന ഇടയ്ക്ക് ഈ ലക്ഷ്മി ചുമ്മാ ചെന്ന് രേവതിനെ ഇങ്ങനെ കുത്തി പറയുകയാണ് കേട്ടോ, രേവതി പറഞ്ഞു വിടുന്ന്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതി നല്ലത് തിരിച്ചും പറയുന്നുണ്ട്. അപ്പോഴാണ് ഒച്ച വെച്ചാട്ടോ ഇവര് സംസാരിക്കുന്നത്. ഒച്ച വെക്കുമ്പോഴത്തേക്ക് രേവതി ഒന്ന് പതുക്കെ സംസാരിക്കുന്നുണ്ടോ, കിടന്നുറങ്ങട്ടെ എന്ന് പറയുക. അപ്പൊ നമ്മുടെ ദേവ് പറഞ്ഞു, അമ്മേ ഒച്ച വെക്കരുത്, കുഞ്ഞിനെ കിടത്തി ഉറക്കേക്കുക, ചേച്ചിയുടെ സംസാരമൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, പൊടിക്കുഞ്ഞിനെ കിടത്തി ഉറക്കേക്കുക എന്ന് തോന്നുന്നു പറയാം. അപ്പോഴാണ് നമ്മുടെ ശരത് പാലുമായിട്ട് ദേ രേവതി ചേച്ചി ഈ പാലെന്നും പറഞ്ഞു വരുന്നത്. ഈ ഒച്ച കേട്ട ഉടനെ രേവതി മിണ്ടരുത്, എടാ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ, സച്ചിട്ടൻ കിടന്നുറങ്ങുമല്ലേ, നീ എന്തിനാ കിടന്ന് ഒച്ച വെക്കുന്നത്? ഞാൻ ആ കാര്യം മറന്നുപോയി. അപ്പം എന്തിനാ ഇനി പാല് മേടിച്ചേക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു ലക്ഷ്മി. അത് ചായ ഇട്ട് കൊടുക്കാനോ? എടി ഇനി ചായയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ല, അവൻ പോകുവാണെ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ദൈവമേ, എന്താ അമ്മ ഇങ്ങനെ മഹാഭാവം കിട്ടുന്ന സംസാരം, ഇങ്ങനെ സംസാരിക്കരുത്. എണീറ്റ് കഴിയുമ്പോൾ നല്ല ക്ഷീണം കാണും, ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉഷാറായിക്കോളും, എന്നിട്ട് ഓട്ടം പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഈ സമയത്താണ് നമ്മുടെ സച്ചിയുടെ സച്ചിയുടെ ഫോണ് റിങ് ചെയ്യുന്നത്. റിങ് ചെയ്തതും സച്ചി അയ്യോ എന്ന് പറഞ്ഞ് കാറ് എണീക്കാൻ തുടങ്ങുക കേട്ടോ. കാരണം സച്ചി പെട്ടെന്ന് ഈ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ റിങ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പേടിച്ചു പോയി. അയ്യോ എന്ന് പറഞ്ഞ് കാറ് എണീക്കാൻ ഇപ്പൊ രേവതി ഓടി ചെന്നിട്ട് അതെ ഒന്നുമില്ല, ഫോൺ ബെല്ലടിച്ചതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ, ഞാൻ ഓർത്തു ഇത് എവിടെ നിന്ന് ഒരു ശബ്ദം എന്ന്. ഏതായാലും ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഓട്ടം വിളിച്ചാട്ടോ ഒരാള്. അപ്പൊ സച്ചി പറഞ്ഞു, ഏതായാലും ഞാൻ ഇപ്പൊ വന്നേക്കാന്ന് പറഞ്ഞു. ലക്ഷ്മിക്ക് ആശ്വാസമായിട്ട് ആ കോള് വന്നോണ്ടേ. അങ്ങനെ സച്ചി പതുക്കെ എണീറ്റിട്ട് പറഞ്ഞു, രേവതി ഞാൻ പോയേക്കുക, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഒരു ഓട്ടം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറഞ്ഞു, അതാ മോനെ നല്ലത്, മോനിവിടെ നിൽക്കണ്ട, പെട്ടെന്ന് ഓട്ടത്തിന് വെക്കോ, ഓട്ടത്തിന് പോയാലല്ലേ മോൻ്റെ കാര്യമൊക്കെ നടക്കത്തുള്ളൂ. അതേമേ ശരിയാ, ഓട്ടത്തിന് പോയാലേ എൻ്റെ കാര്യമൊക്കെ നടക്കത്തുള്ളൂ. അല്ല ഞാൻ ചായ ഇട്ട് തരട്ടെ സച്ചിയേട്ടാന്ന് രേവതി ചോദിച്ചപ്പം ചായയോ, ഏതായാലും നീ ഇട് എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയം കൊണ്ട് മുഖമൊക്കെ കഴുകിയിട്ട് വന്നപ്പോൾ സച്ചി പറഞ്ഞു, എന്നാൽ പിന്നെ ചായ വേണ്ട, ഞാൻ പോകുക എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് രേവതി പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. കാലി വന്ന് ലക്ഷ്മിയാണെങ്കിൽ കാലി വന്നിട്ട് രേവതിയുടെ കാലയിലൊക്കെ കയറി ചവിട്ടുകയാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സച്ചി അവിടെ നിന്ന് പോവുകയാണ്, പുറകെ രേവതി പോകുന്നുണ്ട്. പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി. എന്താണെന്നറിയാമോ, ഞാൻ വൈകിട്ട് വരും, മീൻകറി എടുത്ത് ഇച്ചിരി ചൂടാക്കി വെക്കണമെന്ന്. ഇത് കേട്ടതും വീണ്ടും നമ്മുടെ ലക്ഷ്മി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാമല്ലോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ രസകരമായ അടിപൊളി മുഹൂർത്തങ്ങളൊക്കെ ആട്ടോ
ഇനി വരാൻ പോകുന്നത് നമ്മുടെ രേവതിനെ സച്ചി പൊക്കിക്കൊണ്ട് അങ്ങ് പോകും വീട്ടിലേക്ക്. സച്ചിക്ക് പറ്റുമോ രേവതി ഇല്ലാതെ? അപ്പം അതൊക്കെ അടിപൊളി വിശേഷങ്ങളാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം കഴിഞ്ഞ് ഇനി നാളെ പ്രമോ വിശേഷമായിട്ടാട്ടോ വരുന്നത്. അപ്പം നാളെ ഒരു അടിപൊളി പ്രമോ വിശേഷമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതായത് ജനറൽ പ്രമോ, വീക്കെൻഡ് പ്രമോ ആയിട്ടാണ് നാളെ വരുന്നത്. അപ്പം എല്ലാവരും മറക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷയോടെ നിർത്തുന്ന നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.